പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദ്യ മാതാപിതാക്കളുടെ പാപം, ആ പാപഫലമായി വന്ന ദുരന്തങ്ങളെക്കുറിച്ചുള്ള ധ്യാനങ്ങൾ കടന്നു പോയിരുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈ ആദ്യ പാപത്തിൻ്റെ ഫലമായി, ആദ്യ മാതാപിതാക്കളുടെ പാപത്തിൻ്റെ ഫലമായി മനുഷ്യവർഗത്തിലുണ്ടായ ഒരു മഹാദുരന്തം, അതുമായിട്ട് യേശു എങ്ങനെയാണ് ഇത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് ധ്യാനത്തിലേക്ക് വരികയാണ്. സുവിശേഷത്തിൽ, ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 5, 6, 7 വചനങ്ങളിൽ യേശു തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്ന സമയത്ത് സാത്താൻ യേശുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ദുർവിശേഷമുണ്ട്. സുവിശേഷമല്ല, ദുർവിശേഷം. അതൊരു ഗുഡ് ന്യൂസ് ആയിരുന്നില്ല. പക്ഷേ തന്ത്രശാലിയായ പിശാച് ദൈവപുത്രൻ്റെ അടുത്ത് പോലും, ദൈവത്തോട് പോലും ഇതുപോലെ തർക്കിക്കാനും വാദിക്കാനും പോയി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യരായ നമ്മുടെ മുമ്പിൽ പിശാച് എത്ര വലിയ തന്ത്രങ്ങൾ ഒരുക്കും. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 5, 6, 7 തിരുവചനങ്ങൾ. പിശാച് യേശുവിനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. യേശുവിനോട് പറയുകയാണ്, നീ ഈ മനുഷ്യാവതാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് നീ വിശ്വസിക്കുന്ന, മനസ്സിലാക്കുന്ന സഹനം, മരണം, കുരിശിലുള്ള ഈ മരണം, അതൊന്നിനും നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കണ്ട. 3 വർഷക്കാലം നീ പലസ്തീന ഒഴിച്ചിട്ട് നടന്ന് വെയിലും മഴയും മഞ്ഞുമൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടണ്ട, അലഞ്ഞു തിരിയണ്ട. നിനക്ക് വളരെ എളുപ്പത്തിൽ നിമിഷ നേരം കൊണ്ട് നിനക്ക് എന്താണോ നേടാൻ ആഗ്രഹിച്ചത് അത് നിനക്ക് നേടാൻ പറ്റും. ഒരു വലിയ പ്രലോഭനമാണ് പ്രലോഭകനായ പിശാച് ഈശോയുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഈശോ എന്തുകൊണ്ടത് അനുവദിച്ചു? അത് നമ്മളും ഇതുപോലുള്ള പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകേണ്ട നിമിഷങ്ങളിൽ ഈശോ എന്ത് ചെയ്തോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് ഈശോ തന്നെ ആ പ്രലോഭനത്തിന് വിട്ടുകൊടുത്തത്. അവിടെ പിശാച് എന്താ പറഞ്ഞത്? ഈ ലോകത്തിൻ്റെ മേലുള്ള ആധിപത്യം എനിക്ക് നൽകപ്പെട്ടിരിക്കുക. സത്യത്തിലൊരു പച്ചക്കള്ളമാണ് അവൻ പറഞ്ഞത്. അവന് ദൈവം അത് നൽകിയിട്ടില്ല. പിന്നെ അവന് നൽകപ്പെട്ടു എന്ന് പറഞ്ഞാൽ കുറച്ച് ശരിയുണ്ട്. നൽകപ്പെട്ടതല്ല, അവൻ കട്ടെടുത്തതാണ്, തട്ടിയെടുത്തതാണ്. പക്ഷേ ആ തട്ടിയെടുക്കലിനും കട്ടെടുക്കലിനും പിന്നിൽ മനുഷ്യവർഗത്തിൻ്റെ, ആദ്യ മാതാപിതാക്കളുടെ ദൈവത്തോടുള്ള നിസ്സഹകരണത്തിൻ്റെയും പിശാചിനുള്ള സഹകരണത്തിൻ്റെയും, ദൈവത്തോടുള്ള അനുസരണക്കേടിൻ്റെയും പിശാചിനുള്ള അനുസരണത്തിൻ്റെയും ഒരു ചരിത്രമുണ്ട്. അവൻ പിശാചിനെ അനുസരിച്ചപ്പോൾ ദൈവത്തെ അനുസരിക്കാതിരുന്നപ്പോൾ, പിശാചിനെ കേട്ടപ്പോൾ ദൈവത്തെ കേൾക്കാതിരുന്നപ്പോൾ, പിശാചിൽ വിശ്വസിച്ചപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാതിരുന്നപ്പോൾ, അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ദൈവകൃപ വരപ്രസാദ നിറവ് അവരിൽ നിന്ന് പിശാച് തട്ടിയെടുത്തു, അല്ല ചോർത്തി കളഞ്ഞിട്ട് എല്ലാറ്റിൻ്റെ മേൽ ദൈവം അവന് കൊടുത്ത ഒരു അധികാരം അതിൻ്റെ കൂടെ തട്ടിയെടുത്തു. മനുഷ്യവർഗത്തിനാണ് ഈ അധികാരം ദൈവം കൊടുത്തത് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 26, 27, 28 തിരുവചനങ്ങൾ ഞാൻ വായിക്കാം. ദൈവം അരുളി ചെയ്യുന്നു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും 4 കാലുകളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവികളുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ആധിപത്യം എന്ന് പറഞ്ഞാൽ അധികാരം ഉണ്ടായിരിക്കട്ടെ. ഈ അധികാരം എന്നുള്ളതിന് ഇവിടെ പിശാച് പറഞ്ഞല്ലോ, എല്ലാറ്റിൻ്റെ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്ക് വാക്ക് എക്സോസിയ എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെ മേലും മനുഷ്യർക്ക് അധികാരം കിട്ടി. അവയൊന്നും മനുഷ്യരെ കീഴടക്കില്ല. ഈ പ്രപഞ്ചത്തിലെ, ഈ ഭൂമണ്ഡലത്തിലെ ഒന്നിനും മനുഷ്യനെ കീഴടക്കാനും തോൽപ്പിക്കാനും പറ്റാത്ത വിധത്തിലുള്ള ഒരു അതിസ്വാഭാവിക കൃപാവര അധികാരമായി അവൻ നൽകപ്പെട്ടു. എല്ലാറ്റിൻ്റെ മേലും ആധിപത്യം അവന് ദൈവം നൽകി. പക്ഷേ പിശാചിനെ അനുസരിച്ചതോടുകൂടി പിശാചിൻ്റെ ദാസരായി തീർന്ന ഇവരുടെ കയ്യിൽ നിന്ന് ഈ അധികാരം പിശാച് തട്ടിയെടുത്തു. എന്ന് പറഞ്ഞാൽ പിശാചിന് ഇത് ദൈവം കൊടുത്തതല്ല, മനുഷ്യനും കൊടുത്തതല്ല, അവൻ തട്ടിയെടുത്തതാണ്. ഈ അധികാരമാണ് പിശാച് തൻ്റെ കയ്യിലുണ്ട് എന്ന് സമ്മതിച്ചിട്ട് യേശുവിനോട് പറയുകയാണ്, നീ എന്നെ ആരാധിച്ചാൽ ഈ അധികാരം ഞാൻ നിനക്ക് തരാം. സത്യത്തിൽ പിശാചിനെ കേൾക്കുകയും
പിശാചിൽ വിശ്വസിക്കുകയും പിശാചിനെ അനുസരിക്കുകയും ചെയ്യുകയായിരുന്നു ഉണ്ടായതെങ്കിൽ ഈശോയ്ക്ക് ഒരു വലിയ ദുരന്തം ഉണ്ടാകുമായിരുന്നു. പക്ഷെ അത് ഉണ്ടാവില്ല, കാരണം ഈശോ ദൈവമാണ്. പിശാചിൽ നീ അധികാരം തിരിച്ചെടുക്കാൻ വന്ന യേശുവിനോട് ആദ്യ മാതാപിതാക്കളുടെ മുമ്പിൽ അവൻ ഇറക്കിയ തന്ത്രം തന്നെയാണ് അവൻ പ്രയോഗിക്കുന്നത്, യേശുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പിശാചിനെ അനുസരിക്കാൻ, ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ, പിശാചിൽ വിശ്വസിക്കാൻ, ദൈവത്തിൽ അവിശ്വസിക്കാനായിട്ടുള്ള പ്രലോഭനം നൽകിയ അതേ സാത്താൻ അവനെ ആ അടിമത്തത്തിലുള്ള പിശാചിൻ്റെ ദാസത്തിൽ മോചിപ്പിക്കാൻ വന്ന യേശുവിൻ്റെ മുമ്പിലും അതേ രീതിയിലുള്ള തന്ത്രമാണ് ഇറക്കുന്നത്. നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ, നീ എന്നെ ആരാധിച്ചാൽ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പാപപരിഹാര ബലിയുടെ ഒരു സഹനവും ഇനി യേശു ഏറ്റെടുക്കേണ്ടി വരില്ല. പിശാചിനെ ആരാധിച്ചാൽ മതി. അതെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഒരു വലിയ ദുരന്തമാകുമായിരുന്നു. ഒരിക്കലും സംഭവിക്കില്ല, ഞാൻ പറയുകയാണ്. ജസ്റ്റ് സപ്പോസ് അങ്ങനെ സംഭവിച്ചെങ്കിലോ ഈശോയുടെ ദൈവത്വം പോലും അപകടത്തിലാകും. അപകടത്തിലാകും എന്ന് പറഞ്ഞാൽ ദൈവമായിരിക്കുന്ന ഈശോയ്ക്ക് ഒരിക്കലും പിശാചിനെ അനുസരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഈശോ ദൈവമാണെന്ന് പിന്നെ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? പിശാചിനെ അനുസരിച്ച് കഴിഞ്ഞാൽ, പിശാചിനെ ആരാധിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി രക്ഷാകര ബലിയുടെ ദൗത്യ നിർവഹണത്തിൻ്റെ എല്ലാ മേഖലകളും തകരും. ഈശോ പിശാചിനെ വചനമയച്ച് പരാജയപ്പെടുത്തി അവനെ അവിടുന്ന് പലായനം ചെയ്യുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അധികാരം പിശാച് തട്ടിയെടുത്തത് മനുഷ്യൻ്റെ വീഴ്ചയിലൂടെ, അവൻ്റെ പാപത്തിലൂടെയാണ്. ഇന്നും പിശാചിന് ഈ അധികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഈശോ ഈ അധികാരം തിരിച്ച് എടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ധ്യാനത്തിൽ ധ്യാനിക്കും. ഈശോ തന്നെ പിശാച് ഈ ലോകത്തിൻ്റെ അധികാരിയാണെന്ന് പറയുന്ന ചില വചനങ്ങൾ ഞാൻ നിങ്ങളോടൊപ്പം പറയാം. ഈശോ തന്നെ പറയുകയാണ്, യോഹന്നാൻ 12:31, യോഹന്നാൻ 14:30, യോഹന്നാൻ 16:11, 3 വചനങ്ങൾ ഇപ്പോൾ ഞാനൊന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഈശോ തന്നെ ഈ ലോകത്തിൻ്റെ അധികാരി പിശാചാണെന്ന് സമ്മതിക്കുന്നുണ്ട്. ഇവൻ കള്ളത്തരം പറഞ്ഞതല്ല, ഇവൻ നുണ പറഞ്ഞതല്ല, ഇവൻ പറയുന്ന സത്യമാണ്. ഈ ലോകത്തിൻ്റെ അധികാരി പിശാചാണിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ മനുഷ്യാവതാരത്തിലൂടെ, സഹനത്തിലൂടെ മനുഷ്യവർഗത്തെ നേടാൻ വേണ്ടി വരേണ്ടി വന്നത് എന്ന് ധ്വനിപ്പിച്ചുകൊണ്ട് ഈശോ 3 വചനങ്ങൾ പറയുന്നു. ഒന്നാമത് യോഹന്നാൻ 12:31, ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. കഴിഞ്ഞ യോഹന്നാൻ 14:30 പറഞ്ഞു, ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, എങ്കിലും അവന് എൻ്റെ മേൽ അധികാരമില്ല. അത് കഴിഞ്ഞ് 16:11 യോഹന്നാൻ 16:11 ഈശോ പറയുന്നു, ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. അതായത് 3 തവണ ഈശോ പിശാചിനെ ഈ ലോകത്തിൻ്റെ അധികാരി എന്ന് വിളിച്ചു. മാത്രമല്ല വിശുദ്ധ പൗലോസ്ലീഹ ഈ ലോകത്തിൻ്റെ ദേവൻ എന്നാണ് പിശാചിനെ വിളിക്കുന്നത്. 2 കൊരിന്തോസ് 4:3-4 തിരുവചനങ്ങളിൽ. അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശൻ എന്നാണ് പൗലോസ്ലീഹ പിശാചിനെ വിശേഷിപ്പിക്കുക. എഫേസോസ് 2:2 അന്തരീക്ഷ ശക്തികൾ അധീശൻ. മാത്രമല്ല 2 കൊരിന്തോസ് 4:3-4 പൗലോസ്ലീഹ പറയുന്ന വചനം ഒന്ന് പറയാം. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് ചരിക്കുന്നവർക്ക് മാത്രമാണ്. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികൾ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കും. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. പൗലോസ്ലീഹ 2 തവണ പിശാചിനെ വിശേഷിപ്പിച്ചത്, ഒന്ന് ഈ ലോകത്തിൻ്റെ ദേവനെന്ന്, മറ്റൊന്ന് അന്തരീക്ഷ ശക്തി അധീശനെന്ന്. ഈശോ പറയുന്നത് അവൻ ഈ ലോകത്തിൻ്റെ അധികാരിയാണെന്നാണ്. എന്നാൽ ഈ ഒരു അധികാരം തകർക്കാനാണ് ഈശോ മനുഷ്യാവതാരം ചെയ്തത്. ഈശോ പാപങ്ങൾ ഏറ്റെടുത്ത് പാപപരിഹാര ബലി അർപ്പിച്ച് ഈ അധികാരമാണ് തകർത്തത്. നമ്മൾ ഇതിൻ്റെ അടുത്ത ഭാഗം, അത് കഴിഞ്ഞ് ഈശോ ഇത് എങ്ങനെയാണ് പരിഹരിച്ചത് എന്ന് തുടങ്ങിയ ധ്യാന വിഷയങ്ങളിലേക്ക് കടക്കും. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാം. പിശാചിൻ്റെ അധികാരത്തിന് കീഴിൽ ആയിത്തീരാനുള്ള പ്രലോഭനങ്ങൾ പിശാച് ഒത്തിരി ഒരുക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ ആധിപത്യത്തിൻ്റെ അധികാരത്തിന് കീഴിൽ ദൈവ മക്കളും ദൈവദാസരുമായി നീങ്ങും. അതുകൊണ്ടാണ്
എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ വർഷിക്കുമെന്ന് ജോയൽ പ്രവാചകൻ വഴി ദൈവം വെളിപ്പെടുത്തിയത്. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അപ്പോൾ ദൈവമക്കളാണെന്ന് വിശ്വസിക്കുന്നവർ, ദൈവമക്കളുടെ അനുഗ്രഹത്തിലും അഭിഷേകത്തിലും ജീവിക്കുന്നവർ ദൈവദാസരായിത്തീരും. യജമാനൻ്റെ ഇഷ്ടം അനുവർത്തിക്കുന്ന ആളാണ് ദാസൻ അല്ല ദാസി. ഇവിടെ ദൈവത്തിൻ്റെ ദാസരായി മാറുമ്പോഴാണ് നമുക്ക് ഈ ഈശോ നമ്മിലേക്ക് തിരിച്ചു വാങ്ങിത്തന്ന അധികാരം നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ അതിനെക്കുറിച്ച് അടുത്ത ധ്യാനത്തിൽ കൂടുതലായിട്ട് ആഴത്തിൽ പഠിക്കാം. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആദ്യ മാതാപിതാക്കളിലൂടെ ഞങ്ങളിലേക്ക് ഒഴുക്കാൻ ആഗ്രഹിച്ച അങ്ങയുടെ വലിയ സമ്മാനമായിരുന്ന എല്ലാറ്റിൻ്റെ മേലുള്ള ആധിപത്യം പിശാച് മോഷ്ടിച്ചെടുത്തു. ആദ്യ മാതാപിതാക്കൾ അത് അനുസരണക്കേട് വഴി നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവരുടെ അനുസരണക്കേടിൻ്റെ ഫലം ലോകം മുഴുവൻ അനുഭവിക്കുന്ന ഒരു ദാസ്യത്തിലേക്ക് വന്നു. ഈ ദാസ്യത്തിൽ ഈശോയുടെ രക്ഷാകര ബലി വഴി ഞങ്ങളെ മോചിപ്പിച്ചു. അത് മാമോദിസ കൂദാശയിലൂടെ ഞങ്ങളിലേക്ക് ആ അധികാരം ഒഴുകി വരുന്നു. ഈ അധികാരം നിറയെ സ്വീകരിച്ച് വിശുദ്ധരായ ദൈവമക്കളും ദൈവദാസരുമായി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.